തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പ്രണയനൈരാശ്യത്തിൽ യുവാവിന്റെ പരാക്രമം. യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പ്ലാമൂട്ടുകടയിൽ വനിതകളുടെ ഫിറ്റ്നസ് സെന്ററിലെ ജീവനക്കാരി കാവ്യയ്ക്കാണ് കഴുത്തിന് കുത്തേറ്റത്. പാറശാല സ്വദേശി അശ്വന്താണ് ആക്രമണത്തിന് പിന്നിൽ. ഇരുവരും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പ്രണയനൈരാശ്യത്തെ തുടർന്നുള്ള ആക്രമണം എന്ന രീതിയിലുള്ള സൂചനകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. രണ്ട് മൂന്ന് കുത്തുണ്ട്. പ്രതിയെ പിടിച്ചില്ല? പ്രതിയെ പിടിച്ചിട്ടുണ്ട്. പാറശാല പോലീസ് അല്ലേ? പാറശാല പോലീസ്. ലേഡീസ് ജിമ്മാണ്. ലേഡീസ് ജിമ്മാണ്. അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു? വേറെ കുട്ടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവരെല്ലാം കൂടി ചേർന്ന് തടഞ്ഞതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അല്ല, ഞാനിവിടെ എത്തിയ സമയത്ത് ലേഡി കഴുത്തിൽ കുത്തേറ്റ ആശുപത്രിയിലും ചെറുക്ക ഇവിടെ കൈ നേരം വറുത്ത് ഇവിടെ മേലെയാണ് ഇരുന്നത്. എലിവേഷൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുണിന് എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ആക്രമണത്തിന്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ ഈ യുവതിയുടെയും യുവാവിന്റെയും നില എങ്ങനെയാണ്? അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകര പ്ലാമൂട്ട് സെന്റർ, ലേഡീസ് ഫിറ്റ്നസ് സെന്റർ ആയിരുന്നു ഇത്. മിഥില എന്ന ഫിറ്റ്നസ് സെന്ററിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാരിക്കാണ് കുത്തേറ്റത്. മരിയാപുരം സ്വദേശിയായ കാവ്യയ്ക്കാണ് കുത്തേറ്റത്. ഈ പറയുന്ന പാറശാല പൗതിയാംവിള സ്വദേശിയായ അശ്വന്ത് എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹം ബൈക്കിലെത്തുകയും തുടർന്ന് ബൈക്കിലെത്തി ഈ യുവതിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സ്ഥലത്ത് വെച്ച് തന്നെ യുവതിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇദ്ദേഹം തന്റെ കൈ ഞരമ്പ് മുറിക്കുകയും ഒപ്പം എലിവിഷം പോലൊരു വിഷം കഴിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ പാറശാല ആശുപത്രിയിൽ തുടർന്ന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കാവ്യ ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയായ നിംസിലുണ്ട്. ഇപ്പോൾ അവിടെ അടിയന്തര ശസ്ത്രക്രിയയിൽ ഉൾപ്പെടെ വിധേയമായിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആശുപത്രി കുടുംബം പറയുന്നത്. എന്താണ് ഇതിന് കാരണമെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. എന്തായാലും പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടോം, അങ്ങനെ യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു യുവാവ് ഈ രീതിയിൽ ആക്രമണം നടത്തേണ്ടതുണ്ടോ? അതിന് തക്കതായ ഒരു കാരണം കാണില്ലേ? പ്രണയനൈരാശ്യം എന്ന രീതിയിലുള്ള ചില സൂചനകളുണ്ടല്ലോ. പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? ഇരുവരും തമ്മിൽ മുൻപ് പരിചയമുണ്ടായിരുന്നോ? അടുപ്പമുണ്ടായിരുന്നോ? അത്തരം എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അരുൺ, തീർച്ചയായും ഒരു കാരണം, തക്കതായ കാരണം ഉണ്ടെന്ന് തന്നെയാണ് പോലീസും വിലയിരുത്തുന്നത്. എന്താണ് ഇതിന് പിന്നിലുണ്ടായ ഒരു ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ യുവാവിനെ പ്രേരിപ്പിച്ചതെന്നുള്ളത് അത് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം രണ്ടുപേരും ആശുപത്രിയിലാണ്. അത് പരിമിതികളുണ്ട്. പോലീസിന് ചോദ്യം ചെയ്തവൻ മൊഴിയെടുക്കുന്നതിലേക്ക് വേണ്ടി പരിമിതികളുണ്ട്. ഇതെത്തിയാൽ മാത്രമേ അതൊരു വ്യക്തത വരൂ എന്നുള്ളതാണ് പാറശാല പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഈ പറയുന്ന യുവാവ് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയ ഒരു നിലയിലായിരുന്നു വന്നിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കയ്യിൽ പാത്രം, ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ളവ കരുതിക്കൊണ്ടായിരുന്നു വരുന്നത്. വന്ന് യുവതിയുടെ തൊട്ട് പിന്നാലെ തന്നെ ആയിരുന്നു അരുൺ യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം അയാൾ വിഷം കഴിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന കൃത്യത്തിലേക്ക് എത്തുകയും 3 കുത്തുകളാണ് ഈ സ്ത്രീക്ക് നേരെ അയാൾ നടത്തിയത്. മുഖത്തും നെഞ്ചിലും കഴുത്തിലും ഉൾപ്പെടെ 3 കുത്ത് ഉണ്ടായിരുന്നു. ഈ നിലവിളി കേട്ടായിരുന്നു നാട്ടുകാർ ഓടിയെത്തുന്നത്. ഈ സമയം തന്നെ ഇയാൾ തന്റെ കൈഞ്ഞരമ്പുകൾ മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു വരികയാണ്. അരുൺ, ഇതിനു മുൻപ് ഈ യുവാവിന്റെ ഭാഗത്തുനിന്ന്, ഈ അശ്വന്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഏതെങ്കിലും രീതിയിലുള്ള ശല്യമോ അല്ലെങ്കിൽ ഭീഷണിയോ ആക്രമണമോ ഈ യുവതിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലൊരു അനുഭവം നമുക്ക് ബന്ധുവൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നില്ല. കാരണം ഇവർക്ക് ബന്ധുക്കൾക്കും ഈ യുവാവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് തന്നെയാണ് പോലീസിനെയും കുഴപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ യുവതിയോട് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. യുവാവും ഈ ICUലാണ്. എന്തായാലും രണ്ടുപേരെയും ചോദ്യം ചെയ്തതിന് മാത്രം ശേഷം അത്രയും പോലീസിന്റെ കേസ് ഇതിനൊരു വ്യക്തത നൽകാൻ കഴിയുമെന്നുള്ള നിലപാടാണ് പോലീസ് നിൽക്കുന്നത്. എന്തായാലും ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം ഉള്ളതായും ഒരു പശ്ചാത്തലം നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ടോം, ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ അശ്വന്തിന്റെ മറ്റു ലഹരിക്ക് അടിമയോ അതല്ലെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയോ ആണോ? കാരണം ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സെന്ററിൽ ജീവനക്കാരിക്ക് നേരെ അവിടെ അതിക്രമിച്ചു കയറി
ആക്രമണം നടത്തണമെങ്കിൽ ഒരു തക്കതായ കാരണമുണ്ടാകില്ലേ? ഒരു നേരത്തെ ഇതിനു മുൻപ് ഈ യുവതിക്ക് ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയണം. ഇയാൾ ലഹരിക്കടിമയാണെന്ന് അറിയണം. ഇത് കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം നീങ്ങുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഇയാൾ വന്ന സമയം മറ്റാരുടെയെങ്കിലും പ്രേരണയുണ്ടോ തുടങ്ങിയ പല കാരണങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ CCTV ഇപ്പോൾ പോലീസ് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റ് ആർക്കും നൽകാത്ത രീതിയിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ബന്ധത്താക്കിയ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചുള്ള ഇയാൾ ലഹരിക്കടിമയാണോ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നു. എന്തായാലും ഇയാൾ ഒരു തൊഴിലാളിയാണ്, ഒരു ജീവനക്കാരനാണ്. ഏത് സ്ഥാപനത്തിലെ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനാണെന്നുള്ളത് ഒന്നും വ്യക്തമായിട്ടില്ല. ഇയാൾ പൗതിയാൻവിള സ്വദേശിയാണ്, പാറശാല പൗതിയാൻവിള സ്വദേശിയാണ് അശ്വന്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലുള്ള ആളുടെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് ഇതിന് കാരണം, വൈരത്തിന് പിന്നിലുണ്ടായ കാരണം എന്താണെന്നുള്ളത് മൊഴിയെടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസും നമ്മളോട് പറയുന്നത്. ഈ അരുൺ, ഈ ആക്രമണം നടക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ആക്രമണം നടത്തിയത്? കൊലപാതകമായിരുന്നു ഇയാളുടെ ലക്ഷ്യം? അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. കൊലപാതകം തന്നെയാണ് ഇതിന് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് വിലയിരുത്തലിൽ എത്തുന്നത്. കാരണം ഈ പറയുന്ന സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഷാപ്പുമുക്ക് എന്ന് പറയുന്ന പ്ലാമുട്ടിക്കടയിലെ ഷാപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതേസമയം ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലത്ത് നിന്ന് അല്പം മാറി പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. കെട്ടിടത്തിന് ഒരു 3 നില കെട്ടിടത്തിന് രണ്ടാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന ഫിറ്റ്നസ് സെന്റർ. ഇവിടെ വരിക പോകുക വളരെ സ്വകാര്യമായി തന്നെ, വളരെ ഒരു പരസ്യമായി പോകുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ ഒരു അല്പം മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. എന്തായാലും ഇവിടെ ഈ പറയുന്ന കാവ്യ ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിച്ചതിന് ശേഷം, കാവ്യ ഒറ്റയ്ക്കാണോ അല്ലേ എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഈ അശ്വന്ത് ഇതിലേക്ക് കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അയാൾ വരുന്ന സമയം, അവിടെ ഉണ്ടായിരിക്കുന്ന സമയം, അവിടെ തിരക്കില്ലാത്ത സമയം ഒക്കെ നമുക്ക് വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കാം ഇയാൾ ആക്രമണത്തിന് മുതിർന്നത് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഈ അശ്വന്ത് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇയാളുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? കാരണം രണ്ടുപേരുടെയും മൊഴിയെടുക്കണം. ഈ ആക്രമണത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാകണമെങ്കിൽ രണ്ടുപേരുടെയും മൊഴിയിൽ നിന്ന് മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല ഇതിനു മുൻപ്, ഈ ആക്രമണത്തിന് മുൻപ് യുവതിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടല്ലോ. യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പോഴും ഈ പറയുന്ന യുവതി പറയുന്ന സ്വകാര്യ ആശുപത്രിയിലെ ICUലാണ് ഇപ്പോഴും ഉള്ളത്. യുവതിയുടെ മൊഴി എടുത്തിട്ടില്ല. മൊഴി രേഖപ്പെടുത്തും. ആരോഗ്യനില തൃപ്തികരമായാൽ ഉടൻ ആശുപത്രി അധികൃതർ അനുവാദം നൽകിയാൽ മൊഴിയെടുക്കുമെന്നുള്ളതിൽ തന്നെയാണ് പോലീസ് പറയുന്നത്. അതേസമയം അത് തന്നെയാണ് യുവാവിന്റെ അശ്വന്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. കാരണം കൈക്ക് ഗുരുതരമായി മുറിവ് ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ രക്തം മാറുന്ന ഒരു അവസ്ഥയിലായിരുന്നു പോലീസ് കൊണ്ടുപോകുന്നത്. ഒപ്പം മാത്രമല്ല ഈ പറയുന്ന വിഷം കഴിച്ച അവസ്ഥയും അദ്ദേഹത്തിനുണ്ട്. തുടർന്നാണ് പ്രാഥമിക ശുശ്രൂഷ ഉൾപ്പെടെ നൽകിയതിനു ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇവിടെയും മൊഴിയെടുക്കുന്നത് ആരോഗ്യ അധികൃതരുടെയൊക്കെ ഒരു അനുമതി വേണമെന്നുള്ളൊരു സാഹചര്യം കിട്ടിയാൽ മാത്രമേ മൊഴിയെടുക്കുള്ളൂ. മൊഴിയെടുത്താൽ മാത്രമേ ഒരു വ്യക്തമായ ഒരു ചിത്രം, ഇതെന്താണ് ഇതിന് പിന്നിൽ, ഈ പെൺകുട്ടിയെ ആക്രമിക്കാനുണ്ടായ കാരണം, ഇയാളുടെ വൈരം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം എന്നുള്ള ഒരു വ്യക്തത പോലീസിന് നൽകാൻ കഴിയും. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുൾപ്പെടെ എല്ലാം ഒരു പൂർണ്ണ ചിത്രം നൽകണമെങ്കിൽ അത് മൊഴിയെടുത്താൽ മാത്രമേ കഴിയൂ. ഈ രണ്ടുപേരും ഇപ്പോൾ ICUലാണ്. ഒരു കാര്യം മാത്രം നമുക്കിപ്പോൾ പങ്കുവയ്ക്കാം. ഈ കാവ്യയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്ന് മാത്രം പറയാം. കാവ്യയ്ക്ക് 3 കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് ആരോഗ്യ വൃത്തങ്ങൾ നമ്മളോട് പറയുന്നു. അതേസമയം അശ്വിന്റെ നില ഇപ്പോഴും ഈ പറയുന്ന മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് കഴിയുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. നെയ്യാറ്റിൻകരയിലാണ് പ്രണയ നൈരാശ്യത്തിൽ യുവാവ് പരാക്രമം കാട്ടിയത്. യുവതിയുടെ കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവും ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.